അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു ചെറിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക. അൺബോക്സിംഗ് അല്ല, അതൊന്ന് ഓപ്പണാക്കി ഞാൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സ്ക്രൂ ഡ്രൈവർ കിറ്റാണ്, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ കിറ്റില്ല. അപ്പോൾ വളരെ ചെറിയ ടൈപ്പ് ബോക്സ് ആയാലും അത്യാവശ്യം കൂടുതൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ കിറ്റാണിത്. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ആ ഇലക്ട്രിക് ഡ്രില്ലുണ്ട്, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഒരുപാട് ബിറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്കിവിടെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് പല തരത്തിലുള്ള ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഈ അടുത്ത് ഞാനൊരു സോൾഡറിങ് അൺബോക്സ് ചെയ്തിരുന്നു. നമ്മളൊരു ഇതുപോലെ മൈക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നിരുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ, അങ്ങനെ പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ പേര് തരുന്നുണ്ടായി. വളരെ സന്തോഷം ഉണ്ടായാലും. എനിക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും ഇത്. കാരണം ഇത് നമ്മളവിടുത്തെ അല്ല, കുറച്ച് വിദേശ സാധനമാണ്. നമ്മളെ വളരെ നാട്ടിലുള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മളെ നാട്ടിൽ ഒരുവിധം ഈ സ്ക്രൂ ഡ്രൈവർ കിറ്റ് ഒരുപാട് കിട്ടാനുണ്ട്. പക്ഷേ അത് അങ്ങനത്തെ അല്ല, അത്ര ഹെവി അല്ല, വളരെ സിമ്പിൾ കോമ്പാക്റ്റ് ആണ്. നമ്മളെ 5 വോൾട്ട് ചാർജിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റപ്പ്. അതായത് അത്യാവശ്യം സ്ക്രൂ ബിറ്റുകളുണ്ട്, ഡ്രിൽ ബിറ്റ് ഉണ്ട്. ഇതാ എനിക്ക് ഡ്രിൽ ബിറ്റ്. അപ്പോൾ ഈ ടൈപ്പ് ബിറ്റ് എൻ്റെ ഇല്ല, ഇത് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഇത് നമ്മളെ ആ അൺറീച്ചബിൾ സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് എത്താത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ വളഞ്ഞ സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ ഉള്ളതാണെന്നാണ് ഇപ്പോൾ കണ്ട കാഴ്ചയിൽ ഞാൻ മനസ്സിലാക്കി. പിന്നെ ചെറിയ ടൈപ്പ് നമ്മൾ സാധാരണ എല്ലെങ്കിൽ കിറ്റുകൾ, പിന്നെ വീണ്ടും കുറച്ച് ചെറിയ ടൈപ്പ് ബിറ്റ്, ഒരുപാട് ബിറ്റ്സ് ഉണ്ട്. ഇതാ നോക്കിയാൽ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എന്താ ശരിക്കും പേര് പറയാൻ തന്നെ ശരിക്കും എനിക്കറിയില്ല. ഒന്ന് 5mm, ഒന്ന് 6mm. എന്തായാലും നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ടീ ബോൾട്ട് ഇട്ട് അയക്കുന്ന, അതായത് നമ്മൾ ടീ അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ബോൾട്ട് ഇട്ട് അയക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് പല സൈസിലുണ്ട്. അതേപോലെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ മൈക്രോ USB ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് കാണുന്നത്. ഇതൊക്കെ ഈ ബാക്കിലായിട്ട് നമ്മൾ സാധാരണ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് ആവുന്നതാണ്. അപ്പോൾ കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്നത് കോർഡ്ലെസ് സ്ക്രൂ ഡ്രൈവർ, നോ ലോഡിൽ, സ്പീഡ് 220 per minute, അതായത് മിനിറ്റിൽ 220 റൊട്ടേഷൻ, RPM അതാണ് ഉദ്ദേശിച്ചത്. മാക്സിമം ടോർക്ക് 3N.M. പിന്നെ ഈ ഹിൽഡ എന്ന് കാണുന്നത് ഇതിൻ്റെ ബ്രാൻഡായിരിക്കും, ഇതിൻ്റെ കമ്പനി ആയിരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലാത്തോ കേട്ടിട്ടില്ലാത്തോ ടൈപ്പാണ്. LED ടൈപ്പാണ്. നമുക്ക് ഡാർക്ക് ഏരിയയിലൊക്കെ നോക്കിയാൽ നമുക്ക് സ്ക്രൂ വയ്ക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വിച്ചാണ് ഈ കാണുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ പുഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എറോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഞാനൊന്ന് അയച്ച് നോക്കിയായിരുന്നു. അപ്പം അയച്ചിട്ട് നമുക്കിതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കാം. എന്നിട്ട് വേണ്ടോ, ഇനി അത് റിപ്പീറ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പുഷ് ചെയ്യാം, ലോക്കായി. എന്തായാലും ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ ഇങ്ങനത്തെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളതും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ഡ്രില്ല് ബിറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇലക്ട്രിക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കുടിക്കാൽ നമുക്കൊന്ന് ലോഡ് പവറും ചെക്ക് ചെയ്യാം. ചാർജും ചെയ്തില്ല, ഞാൻ ചാർജ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ പവർ കിട്ടുമായിരിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് പരീക്ഷണമായിട്ട് നമുക്കിവിടെ ഈ സ്ക്രൂ ഒന്ന് അയച്ചു നോക്കാം. ഇതൊരു ഹീറ്റ് സിങ് കേട്ടോ. അപ്പോൾ ഹീറ്റ് സിങ്ങിൻ്റെ സ്ക്രൂ ആണ്. ഉള്ള അത്യാവശ്യം പവർ പിടിക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. നല്ല ടൈറ്റിൽ സ്ക്രൂ ചെയ്ത ഒരു ടൈപ്പ് സ്ക്രൂ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്ക്രൂ ഡ്രൈവർ വെച്ച് പൈക്കുകയാണെങ്കിൽ അത്യാവശ്യം പവറിൽ തിരിച്ചാലേ കിട്ടുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അയച്ചിന് കൊള്ളാം. അടുത്ത നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ബോൾട്ട് ഒന്ന് അയച്ചു നോക്കാം. അതിപ്പോൾ എത്ര സൈസ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ 10 or 8 മറ്റോ ആയിരിക്കാം. ഇതിപ്പോൾ 7 ആണ്, 7 അല്ല, അപ്പോൾ 8 ആയിരിക്കും. 8 കറക്റ്റാണ്. നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം ഉണ്ട്, ഒരു കണക്ടർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഇതിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് ഊരാൻ കിട്ടും. ഓക്കെ, വാ സാധനത്തിൻ്റെ വലുപ്പം വെച്ചിട്ട്
ധൈര്യം കിട്ടില്ല. അയക്കാൻ പറ്റുമെന്ന് അറിയാൻ. വാ ഓക്കെ, അയക്കുകയും ചെയ്യൂ, ടൈറ്റാക്കുകയും ചെയ്തു. ഇനി ഡ്രിൽ ബിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോറി, അതിന് മുമ്പ് നമുക്ക് ഈ സംഭവം ചെക്ക് ചെയ്യാം. അതായത് ഇത് ഉപയോഗിച്ചിട്ട് ഇത് ഊരാൻ കിട്ടുമെന്നുള്ള അറിയണ്ടേ. അപ്പോൾ ഇത് ഇവിടെ ഇട്ടതിൻ്റെ ശേഷം നമ്മളിവിടെ എഡ്ജാട്ടോ കറങ്ങണേ. ആ ബ്ലാക്ക് കറങ്ങില്ല. ഇതിനകത്ത് ഇത് ഉപയോഗിച്ചിട്ട് T വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തു. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഊരിയെടുക്കാം. ഇങ്ങനെ ഒരു പൊസിഷനിൽ അതേപോലെ ഓക്കെ ടൈറ്റാക്കി സംഗതി കൊള്ളാം. ഇത്രയും പീസായിട്ടാണ് ഓരോ ടൂൾ നമ്മളെ ഈ ഇൻ്റലിജൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കണം ഏതെവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന്. അപ്പോൾ അടുത്ത ഈ ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസിസ്റ്റർ അയച്ചെടുക്കാൻ നമുക്ക് സിമ്പിളായിരിക്കും. നമ്മളിവിടെ ചെക്ക് ചെയ്താൽ ഓക്കെ. അപ്പോൾ അതിങ്ങോട്ട് പോന്നു. അത് സംഗതി പണി ഫാസ്റ്റ് ആവുന്നതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയത്. ഇതുവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വളരെ സ്ലോ ആയിരുന്നു. അതായത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ സ്ക്രൂ തിരിച്ച് നേരം വെളുപ്പിക്കലാണ്. അപ്പോൾ അതൊക്കെ വളരെ ഫാസ്റ്റായി കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത നമുക്ക് ഈ ഡ്രിൽ ബിറ്റാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഡ്രിൽ ബിറ്റ് എന്ന് പറയുമ്പോൾ ഇത് മെറ്റൽ ബിറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് കറക്കി നോക്കാം എന്താ സ്ഥിതി. അലൂമിനിയം ഒന്ന് തുളഞ്ഞിട്ടോ നോക്കാം. കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഇത് തുളയുന്നത് വളരെ സ്ലോ ആണ്. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ഈ ബോർഡൊക്കെ ഡ്രിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ചിലപ്പോൾ. ഇവിടെ അപ്പോൾ ഓക്കെ ഏട്ടാ, നമ്മളെ ബോർഡ് മറ്റൊക്കെ ഡ്രിൽ ചെയ്യാൻ ബെസ്റ്റാണ്. ബോർഡ്, ഫൈബർ, വുഡ് അങ്ങനത്തേനൊക്കെ ബെസ്റ്റായിട്ടാണ് കാണുന്നത്. നമുക്ക് മറ്റേ അലൂമിനിയം മെറ്റലൊക്കെ ഒരുപാട് നല്ല സ്പീഡ്, ഹൈ പവറും ടോർക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊരു ചെറിയ കുറവ്, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ ചാർജിങ് കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ. അതായത് നമ്മൾ സാധാരണ 5 വോൾട്ട് മൊബൈൽ ചാർജറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ സോക്കറ്റ് ഇവിടെ കണക്ടർ ഉള്ളത് സാധാരണ മൈക്രോ USB-ൻ്റെ ആണ്. അപ്പോൾ നമ്മളതിൽ കണക്ട് ചെയ്താൽ ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ 5 വോൾട്ടിൽ ചാർജ് ആവും. അപ്പം വളരെ സിമ്പിൾ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 200 ഗ്രാമോ അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കേ ഉള്ളൂ വെയിറ്റ്. വളരെ സിമ്പിളാണ്. അതിൻ്റെ പവർ ആ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടൂൾ ഈ സംഭവമാണ്. ഇത് നമുക്ക് ഹോം തിയേറ്ററിനകത്ത് മറ്റേതെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് ബോൾട്ട് അയക്കാമല്ലോ, സ്ക്രൂ അയക്കാം. മറ്റേത് സ്ക്രൂ ഡ്രൈവർ, ചെറിയ സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ഇങ്ങനെ തിരിക്കുക, അങ്ങനെ തപ്പി പിടിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ അതിന് പകരം ഇനി ഇത് ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ ഈ അടുത്ത കാലത്തായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ പല തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുക. ചിലർ പൈസ തരും, ചിലർ ചെറിയ എമൗണ്ടൊക്കെ കൈ തരും, എൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞിട്ട് തരും. ചിലർ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തരും. ചിലർ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അത് ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലാണ് എല്ലാവരും അവരവരുടെ നമ്മളുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതുവരെ ഞാൻ സങ്കല്പിച്ചിട്ട് പോലില്ല ഇങ്ങനത്തെ ചെറിയ ടൂള്, ഇങ്ങനത്തെ ഒരു ടൂള് സ്ക്രൂ ഡ്രൈവർ കിറ്റ് വാങ്ങണം എന്നുള്ളത് അടുത്തൊന്നും വിചാരിച്ചില്ല. നമ്മളവർക്ക് നമ്മളിത് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ശീലിച്ച് തയങ്ങിയ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ് ആവുന്ന കാലത്ത് നമുക്ക് അങ്ങനത്തെ ഒക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. ആ പണിയൊക്കെ ഇതിനോട് നടക്കുന്നുണ്ട്. അതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങളും നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബിറ്റും കാര്യങ്ങളും ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വലിയ ബാറ്ററി ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് ആണല്ലോ, ഇത് സർവീസ് ചെയ്യാതെ കംപ്ലൈൻ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാം. നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഫുൾ ടൈം ഉപയോഗിക്കാം. മറ്റെന്തെങ്കിലും ബോഡി പൊട്ട് അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതുള്ള യാതൊരു പ്രശ്നവും ഇതിന് വരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു 100 താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഉണ്ട് ചെയ്യുക. ഇതുവരെ തന്നത് കൂടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫോൺ തന്നതും എല്ലാം അപ്രതീക്ഷിതമാണ്. അത്രയും അങ്ങനെയൊന്നും ആരും തരുമെന്ന് ഞാൻ വിചാരിച്ചല്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടറിയാം. ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ വലിയ വാക്കുകൾ പറഞ്ഞൊന്നും ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പം നന്ദി സൂചകമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ അമർത്തിയും പൊട്ടിച്ചിട്ടും നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.